ഹായ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉത്സവം കണ്ടിട്ട് വന്നാലോ? നമ്മൾ എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ? നമ്മൾ കണ്ണാടിപ്പറമ്പിലേക്കാണ് പോകുന്നത്. കണ്ണാടിപ്പറമ്പ് എൻ്റെ സ്വന്തം നാട്. അങ്ങനെ അവിടെ ഉത്സവം കാണാൻ വേണ്ടി പോകുന്നതാണ്. അമ്പലത്തിൽ ആനയടഞ്ഞ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആനയടഞ്ഞതുകൊണ്ട് തന്നെ പോകാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഒരു ദിവസമെങ്കിലും ഉത്സവം കാണണ്ടേ പോയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി. ഒരാളിതാ ഫുൾ വഴിയൊക്കെ അറിയുന്നതാണെങ്കിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുകയാണ്. പിന്നെ കുട്ടിപ്പട്ടാളം ഇങ്ങനെ പറമ്പിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുതു. ഒരാൾ ആനേനെ കണ്ട സന്തോഷം എന്ന് പറഞ്ഞുകൂടാ, എക്സൈറ്റ്മെൻറ്റ്. ആ എക്സൈറ്റ്മെൻറ്റ് അവളുടെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ആനേനെ നേരിട്ട് കാണുന്നത്. ഇതുവരെ പിക്ചറിൽ മാത്രമേ ആനേനെ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ. അതിനെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക, ആന ആന ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ആന ഇടഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, അമ്പലത്തിൽ ആളും കുറവായിരുന്നു കേട്ടോ. പേടിച്ചിട്ടായിരിക്കും എല്ലാവരും വരാത്തത്. ഞാനെന്തായാലും ഒരുപാട് നാളിന് ശേഷം പോയതുകൊണ്ടാണോ എന്നറിയാം, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഉത്സവമെല്ലാം കണ്ടു, ചന്തയിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരലായി. അവിടെ നിന്ന് നേരം പയ്യന്നൂരേക്കും. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബൈ.